നമ്മളൊക്കെ ജനിച്ചു വളർന്നത് മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിന് മുമ്പാണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് സെക്സിനെ പറ്റി അറിയാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്നിരുന്നത് 5-6 പഠിക്കുന്ന ഉസ്താദന്മാരായിരുന്നു. വേറെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നത് വനിത, അമ്മയൊക്കെ വനിത വായിക്കുമായിരുന്നു. അതിൽ ഡോക്ടറോട് ചോദിക്കുക എന്നുള്ളൊരു പങ്ക്തി ഉണ്ടാവും. അതിലിപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നു എന്ന് സ്ത്രീകളിങ്ങനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഡോക്ടർ അതിന് ഓരോ ഇത് പറയും. പക്ഷേ അതിന് ചെറിയൊരു ആൻസറേ കിട്ടത്തുള്ളൂ. പക്ഷേ എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടർ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിന് ഫിസിക്കൽ റീസൺസ് മാത്രമാണോ, അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകുമോ? ഓക്കെ, ഈ നല്ല ചോദ്യമാണ് ആക്ച്വലി. ഈ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ നമ്മളുടെ ഭാഷയിൽ മെഡിക്കലി നമ്മളതിന് വാജിനിസ്മസ്, വെജാനിസ്മസ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്ലഷറബിൾ ആയിരിക്കണം. ഇൻഫാക്റ്റ് ഏറ്റവും പ്ലഷറബിൾ സാധനമാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനൊരു പെയിൻഫുൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഭയങ്കര സങ്കടകരമാണ്. ഞാൻ എല്ലാ ദിവസവും പുതിയ പേഷ്യനെ കാണുന്നുണ്ട്. ഇത് എവറി ഡേ കോമൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി സ്റ്റഡീസ് പറയുന്നത് ഏകദേശം 40% എന്നാണെങ്കിലും നമ്മുടെ നാട്ടിൽ അതിലും കൂടുതലാണ്. കാരണം നമ്മുടെ കൾച്ചർ അറിയാമല്ലോ, ഇപ്പോഴത്തെ കൾച്ചർ ഭയങ്കര റെസ്ട്രിക്റ്റീവ് കൾച്ചർ. അപ്പം ഇത്രയധികം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം പകുതി സ്ത്രീകൾക്ക് വേദന എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അന്യായമായ കാര്യമാണ്. ഐ മീൻ വളരെ കഷ്ടമാണ്. പിന്നെ അതിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല കാരണങ്ങളുണ്ട്. ലൈക്ക് മെഡിക്കൽ കാരണങ്ങളുണ്ടാവാം, ചിലപ്പോൾ സൈക്കോളജിക്കൽ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ചിലപ്പോൾ സോഷ്യോ കൾച്ചറൽ, ബിഹേവിയറൽ, റിലീജിയസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക് ഈ സമയത്ത് പെയിൻ ഉണ്ടാവാം. പിന്നെ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ എന്ന് പറയുന്നത് പല ലെവലിലാണ്. വാജിനിസ്മം ഞങ്ങൾ 1, 2, 3, 4 എന്ന് പറയും. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേദന സഹിക്കാം, 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടി ഈ 3, 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെന്ന് വെച്ചാൽ ഭർത്താവ് വരുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടി കൊണ്ട് ഹാർട്ട് ബീറ്റ് കൂടി ഹാർട്ട് അറ്റാക്ക് വരണ, തല ഇറങ്ങി വീഴുന്ന ലെവലിൽ പേടിയുള്ള സ്ത്രീകളുണ്ട്. വളരെ സങ്കടകരമാണ്. ഇത് കാണാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ സൈക്കോളജിക്കൽ റീസൺസ് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഇതിനെ ബാധിക്കുന്നത്? സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ ആങ്സൈറ്റി ഉള്ള പേഷ്യൻസ് ഉണ്ടാവും, ടെൻഷൻ ഉള്ളവർക്കുണ്ടാവും. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ കംപ്ലീറ്റ് സബ്മിഷൻ ആവശ്യമുള്ള ഒരു കാര്യമല്ലേ. വേറൊരു വ്യക്തി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും ഫുള്ളി ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ പല പേർക്കും സ്വന്തം ശരീരത്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇതൊരു തെറ്റുഭാവം എന്ന് പറഞ്ഞാൽ അവയർനെസ് ഇല്ല. അപ്പം വേറൊരാൾ നമ്മുടെ ശരീരത്തിൽ അത്രയ്ക്ക് പേഴ്സണലായിട്ട് ഇതെന്ന് പറയുമ്പോൾ ഈ ടെൻഷൻ, ആങ്സൈറ്റി ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള സെക്ഷുവൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷുവൽ ഹരാസ്മെൻറ്റ്, അത് സ്ത്രീക്കായാലും പുരുഷനായാലും ചാൻസ് ഉണ്ട് കേട്ടോ. സ്ത്രീക്ക് മാത്രമല്ല ഉള്ളത്, പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഭയങ്കര ഹൈ ആണ്. ഇൻഫാക്റ്റ് ഇപ്പം ഞാൻ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് മനസ്സിലായത് മോർ ദാൻ 90%, പല ഫിഗേഴ്സ് കാണിക്കുന്നതിനേക്കാളും കൂടുതലാണ് 90% എന്ന് പറഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ സെക്ഷുവലായിട്ടുള്ള ഒരു അബ്യൂസോ അഡ്വാൻസോ ചീത്ത അനുഭവമോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് 90%. അതായത് ആക്ച്വൽ പോലീസിൻ്റെ കണക്കുകളും സയൻറ്റിഫിക് കണക്കുകളായാലും കുറച്ച് കുറവാണെങ്കിലും മിക്ക സ്റ്റഡീസും പറയുന്നത് അൺറിപ്പോർട്ടഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷുവൽ അബ്യൂസ് അല്ലെങ്കിൽ ഹരാസ്മെൻറ്റ് നടക്കുന്നതിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഫിഗർ അനുസരിച്ച് തന്നെ അവരുടെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട് 92% ഒരു അറിയാവുന്ന വ്യക്തിയിൽ നിന്നാണ്. റേപ്പിസ്റ്റ് ഒന്നും വഴി നടക്കുന്ന ആൾക്കാരല്ല, അറിയാവുന്ന വ്യക്തി, അതായത് നോൺ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഒന്നില്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം, ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഫാർ റിലേറ്റീവ്സ് ആവാം, ഇല്ലെങ്കിൽ അവരുടെ നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം. നമ്മളിപ്പോൾ പേഷ്യൻ്റൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. പല പേഷ്യൻറ്റിനും സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഫാദേഴ്സ്, ബ്രദേഴ്സ്, അങ്കിൾസ്, ഗ്രാൻഡ് പാരൻസ് ഇവരെ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ ഇവർ കരച്ചിൽ, ബഹളം, ഭയങ്കര ബാഡ് സിറ്റുവേഷനാണ്. നമുക്കത് കണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല. ഇത് വല്ലപ്പോഴും ഉണ്ടാവുന്ന കഥയല്ല, ഇത് ഡേ ടു ഡേ കഥ നമ്മൾ കേൾക്കുന്ന കഥകളാണ്. തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർ ജീവിതത്തിൽ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അൺറിപ്പോർട്ടഡ് ആയതുകൊണ്ടാണ് ഇത്ര ഹൈ ആണെന്ന് പറയുന്നത് കേസസ്.
ഇപ്പം ഞാൻ ഗൈനക്കോളജി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം 10-30 വർഷമായി. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പണ്ട് മുതലേ ഹിസ്റ്ററി എടുക്കണേ. ആരോടും പറയാത്ത കഥകൾ നമ്മളോട് പറയും. ഈ സെക്ഷൽ അബ്യൂസ് വളരെ കോമൺ ആണ്. ഞാൻ ഈ ടോക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ മോട്ടീവ് തന്നെ ഇതാണ്. എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്തുകൊണ്ട് അബ്യൂസ് കൂടുതലുണ്ടാവുന്നു, ഇങ്ങനെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഈ ഉണ്ടായ വ്യക്തികളുടെ മാനസികാവസ്ഥ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. അവരെല്ലാവരുടെ മുമ്പിൽ കാണിക്കണവരല്ല, അവരവരുടെ ഉള്ളിൽ എല്ലാ ദിവസവും നീറിപ്പൊകഞ്ഞ് ടെൻഷൻ അടിച്ച് മരിച്ചാണ് ജീവിക്കണേ. കല്യാണം നിർബന്ധിച്ച് കഴിക്കും. അപ്പോൾ ഇൻസിഡന്റ് മേ ബി ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷെ അത് ജീവിതകാലം. അതാണ് നിങ്ങൾ ചോദിച്ചില്ലേ, സൈക്കോളജിക്കൽ ഹോൾ ലൈഫ്. പിന്നെ ഇതിനകത്ത് പലരും ഈ ആങ്സൈറ്റി കൂടി ഡിപ്രഷൻ വന്ന് സൈക്യാട്രിക് പേഷ്യൻസ് ആയി മരുന്ന് കഴിക്കുന്നവരാണ്. സൈക്യാട്രിക് പേഷ്യൻസ് മരുന്ന് കഴിക്കുന്നവരെ ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട് ട്രീറ്റ് ചെയ്തിട്ട്, കൗൺസിലിംഗ് വഴി. അതായത് അവർ അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുപ്പത്തിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് ഏജിലാണ് മിക്കവർക്കും ഉണ്ടാവണേ. നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പം 4 വയസ്സ്, 5 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, അല്ലാണ്ട് അഡൾട്ട്സ് അല്ല. ഇത്ര കൊച്ചു കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നത്. ഒന്നും തിരിച്ചറിയാത്ത ഏജിലാണ് ഉണ്ടാവണേ. അപ്പം അവർക്ക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരോടും പേടി ഡെവലപ്പ് ചെയ്യും. പുരുഷന്മാരോട് ദേഷ്യം, മറപ്പ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇത് ഇവരുടെ ഉള്ളിൽ കിടക്കും. ഇത് ഇവർ പോലും അറിയില്ല. അവർ മറ്റുള്ള മേഖലയിലും പലപ്പോഴും അവർക്ക് ടെൻഷൻ കാരണം അവർ പഠിക്കാൻ പറ്റില്ല. ഈ സ്കൂൾ കുട്ടികൾ പലപ്പോഴും നന്നായിട്ട് പഠിച്ച് പാസ്സായിരുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് പെട്ടെന്ന് തോക്കാൻ തുടങ്ങും, പെട്ടെന്ന് വിഡ്രോ ചെയ്ത് ആരോടും മിണ്ടാതാവാൻ തുടങ്ങും. അങ്ങനെയുള്ള ഇതുകൾ കാണിക്കും. പിന്നെ അവർ ലൈഫ് ലോങ് അവർ എഫക്റ്റഡാണ്. അപ്പോൾ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കല്യാണം മിക്കവാറും നിർബന്ധിച്ചായിരിക്കും കല്യാണം കഴിപ്പിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഭർത്താവിൻ്റെ കൂടെ പറ്റില്ല, പേടി. പലർക്കും പെനിട്രേഷൻ മാത്രം പ്രശ്നം, അതായത് ആ പെനിസ് ഉള്ളിൽ പോകുന്നത്. ചിലവർക്ക് ഭർത്താവ് ഇവരെ ടച്ച് ചെയ്യുന്നത് പോലും പറ്റില്ല, കയ്യിൽ തൊടുന്നത് പോലും പറ്റില്ല, കിസ് ചെയ്യുന്നത് പറ്റില്ല. എത്ര പേഷ്യനെ ഞങ്ങൾ ഡേ ടു ഡേ കാണണമെന്നറിയോ? ഇവരുടെ കാര്യം കഷ്ടമാണ്, ഭർത്താക്കന്മാരുടെ കാര്യം. ഇവർ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ഹോപ്പോടുകൂടിയാണ്. ഇവരെ ടച്ച് ചെയ്യാൻ സമ്മതിക്കാതെ അവരുടെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ഇത് കൊണ്ടുവരുന്നത് പലപ്പോഴും 3-4 വർഷം കഴിഞ്ഞായിരിക്കാം, 5-8 കൊല്ലം കഴിഞ്ഞ്, 10-20 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നവരുണ്ട്. കുട്ടികളിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻ്റ് ആയിട്ടാണ് ഇവരെ കാണുന്നത്. എനിക്ക് ചിരി വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു IVF ചെയ്ത് ഫെയിലായിട്ടാണ് ഇവർ വരണത്. അപ്പം ചോദിച്ചു IVFോ? അതെന്താ? ഇതുവരെ നടന്നിട്ടില്ല, അതാരും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസിൽ പലപ്പോഴും മരുന്നൊക്കെ കൊടുത്തതിന് മുമ്പും ഇവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അനാലിസിസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്താലേ നമ്മൾ അറിയുള്ളൂ. അത് നമ്മൾ ചെയ്യണം. ഇത് ട്രീറ്റ്മെൻ്റ് ഉള്ള പേഴ്സാണ്. ഈ പറഞ്ഞ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ്ലി ഇതൊരു ഓൾമോസ്റ്റ് ക്യൂറബിൾ സിറ്റുവേഷനാണ്. സമയമെടുക്കാം, ചിലപ്പം മൾട്ടിപ്പിൾ തെറാപ്പി വേണ്ടി വരാം, പക്ഷേ ഈ വേദന നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള ഇതിന് നമുക്ക് കുറേ കൗൺസിലിങ്ങും കുറേ സെക്സ് തെറാപ്പിയൊക്കെ വേണ്ടി വരും. പിന്നെ പലവർക്കും എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി കാരണം. ഈ വജൈനയുടെ അനാറ്റമി എങ്ങനെയാണെന്ന് വെച്ചാൽ വജൈനയുടെ അകത്താണല്ലോ പെനിസ് പോകുന്നത്. ആളുകൾക്ക് അറിയാൻ പാടാത്ത ഇതൊരു സിലിണ്ടറിക്കൽ ഒരു പൈപ്പ് ഇമാജിൻ ചെയ്യും. അതുപോലെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ് ഇത്. എൻ്റെ ഓപ്പണിങ് ഈ ഹൈമൻ എന്നൊക്കെ പറയും, പണ്ട് നമ്മൾ കന്യാചർമ്മം, അത് ചിലവർക്ക് തിക്കായിരിക്കും. അപ്പം ഗൈനക്കോളജിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ 1 ഫിംഗർ 2 ഫിംഗർ 3 ഫിംഗർ ഇത്ര 3 ഫിംഗർ കയറുന്ന ഒരു വലുപ്പം ഉണ്ടെങ്കിൽ ഈ പെനിസ് ഇറക്ഷനുള്ള പെനിസിന് സൈസ് കൂടുതലാണ്, ഇത് ഇതിനകത്ത് പോവുള്ളൂ. അപ്പം ചിലവർക്ക് ഇത് 1 ഫിംഗർ ആയിരിക്കും, ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവരിതിന് ട്രൈ ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിക്കൽ പൈപ്പ് പോലെയുള്ള വജാനയ്ക്ക് ചുറ്റും മസിൽസ് ഉണ്ട്. ഈ മസിൽസ് പേടി വന്നാൽ ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? വേദന. ഉള്ള ഓട്ടയും കൂടെ ചെറുതാവും. അപ്പോൾ ആ മസിൽസ് ടൈറ്റ് ആവുന്നത് കൊണ്ട് പെയിൻ പിന്നെയും കൂടും. പെയിൻ വരുമ്പോൾ ബ്രെയിനിന് പിന്നെയും ടെൻഷൻ വരും, ഇത് പിന്നെയും ടൈറ്റ് ആവും. ഇതൊരു സൈക്ലിക്കൽ സാധനമാണ്. അപ്പോൾ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്ര ട്രൈ ചെയ്യണോ അത്ര പെയിൻ കൂടും. പിന്നെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാജുവലി മറ്റേ ബോഡി പാർട്ടിലേക്ക് പോകും. പിന്നെ അവർക്ക് പ്ലഷറും പേടി വരും, ടച്ച്. അപ്പോൾ ഇവർ ഈ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യും. ലൈക്ക് ഇവർ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് വൈകി കിടക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുക, വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുക. അങ്ങനെ പലരും തുറന്ന് ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നാട്ടിൽ കുറവായതുകൊണ്ട് വേറെ രീതിയിൽ അവോയ്ഡ് ചെയ്യും.
ചില കപ്പിളൊക്കെ തുറന്നൊക്കെ പറയും. പക്ഷെ മിക്കവരും ഇത് അവോയ്ഡ് ചെയ്യുമ്പം മറ്റേ ഭർത്താവിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ലൈക്ക് അവര് വളരെ കഷ്ടമാണ്. കാരണം അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. പിന്നെ അവർ ട്രൈ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് പേടി. പുറത്തു പോകാനും പറ്റില്ല, വീട്ടിൽ ചായ കുടിക്കാനും പറ്റില്ല, കല്യാണം കഴിഞ്ഞ്. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗ്രാജുവലി അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അപ്പം നമ്മളിങ്ങനെ പേഷ്യൻസിനെ കാണുമ്പം ഒരു 3 കൊല്ലമൊക്കെ കഴിയുമ്പം അവർക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ചിലവർ വേറെ വഴിയൊക്കെ ഉണ്ടാക്കും, അങ്ങനെ ജീവിച്ചു പോകും. പക്ഷെ മെജോറിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ആയതുകൊണ്ട് അത് പ്രോബ്ലം വരും. അപ്പം നമുക്ക് ഡബിൾ ദ പ്രോബ്ലം ആയി. 2 ആളെ ട്രീറ്റ് ചെയ്യണം. മറ്റേത് വൈഫിന് മാത്രം, നേരത്തെ വരികയാണെങ്കിൽ വൈഫിന് മാത്രം ട്രീറ്റ് ചെയ്യാം, ലിറ്ററലി പകരും. അപ്പം നമ്മൾ അത് തന്നെ പനി പകരണ പോലെ പകരും. അപ്പം നമ്മൾക്ക് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് 2 ആൾക്കും പ്രോബ്ലം ഉണ്ടാവും. അപ്പം നമ്മൾ എറക്ടൈൽ ഡിസ്ഫങ്ഷനും ട്രീറ്റ് ചെയ്യണം, ഇതും ട്രീറ്റ് ചെയ്യണം. നല്ല പാടാണ്. പിന്നെ ഇത് സൈക്കോളജിക്കൽ കാരണങ്ങൾ. വേറെ കാരണം എന്ന് വെച്ചാൽ മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഓപ്പണിങ് ചെറുതാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹൈമനെക്ടമി, ഫെൻഡൻസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്താൽ നമുക്ക് ഈ ഓപ്പണിങ് വലുതാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻഡൻസ് പ്രൊസീജിയറിൻ്റെ കൂടെ ഈ ഓപ്പണിങ് വലുതാക്കുന്നതിൻ്റെ കൂടെ ഈ മസിൽസ് ടൈറ്റായിട്ടിരിക്കുന്നതിന് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കുത്തും. അത് നമ്മുടെ നാട്ടിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റാണ്. സത്യം പറഞ്ഞാൽ അധികം വേൾഡ് വൈഡ് തന്നെ അധികാരം ചെയ്യണില്ല. നമ്മുടെ മുഖത്ത് ഫിലിം സ്റ്റാർസ് ഒക്കെ കുത്തിവെക്കില്ലേ, കോസ്മെറ്റിക് ആണ്. ഇത് കുത്തിവെക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ മസിൽസ് ലൂസാവും, ശരി പാരലൈസ്ഡ് ആവും, ലൂസാവും. അപ്പോൾ ആ ചുളിവ് മുഖത്ത് പോകും. അതേ പ്രിൻസിപ്പിൾ ഇവിടെ ഈ ടൈറ്റായിട്ടിരിക്കുന്ന സാധനത്തിൽ ബോട്ടോക്സ് കുത്തുമ്പോൾ ഇത് ഇച്ചിരി ലൂസാവും. അത് 4 മാസം എഫക്റ്റ് നിൽക്കുള്ളൂ ഏകദേശം. അതിനകം നമ്മൾ ഒരു സെക്സ് തെറാപ്പിയൊക്കെ പഠിപ്പിച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് മനസ്സൊന്ന് റെഡിയാക്കി നമ്മൾ കുറച്ച് ഡയലറ്റേഷൻ ടെക്നിക്കൊക്കെ പഠിപ്പിച്ച് യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 10-20 ദിവസമാണ് ഇത് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാത്തിൽ നിന്നും വിട്ടുമാറി അവരുടെ ഫോണും ജോലിയും ഇൻലോസും പിള്ളേരുള്ളവരുണ്ട് കേട്ടോ, പിള്ളേരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ട് വന്ന് നിൽക്കുമ്പം ഇവർ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ശരിയാക്കും. ഇവരുടെ പേടി മാറ്റാൻ നമ്മൾ കൗൺസിലിംഗ് തെറാപ്പി ചെയ്യും. ഇവരുടെ ആ ഒരു സെക്ഷുവൽ ടെൻഷൻ കൂടാനായിട്ട് സെക്സ് തെറാപ്പികൾ ചെയ്യും. അതിനകത്താണ് ഈ നോൺ പെനിട്രേറ്റീവ് സെക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ സെൻസേറ്റ് ഫോക്കസ് ഇൻറ്റിമസി തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് തെറാപ്പികളുണ്ട് ഇതിന്. ഇമാഗോ തെറാപ്പി എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇവർ നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനാറ്റമിക്കൽ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് ഇത് ശരിയാവും. പക്ഷെ വേറെ ബയോളജിക്കൽ അനാറ്റമിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പെയിൻ ഉണ്ടാവാം. അതിന് നമ്മൾ കീ ഹോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് ചിലപ്പോൾ ബ്ലഡ് കെട്ടിക്കിടക്കുന്നുണ്ടാവും, ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. ഈ മെൻസസ് ആകുമ്പോൾ പുറത്തോട്ട് വന്ന് ബ്ലഡ് അകത്ത് കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങളാണ് എൻഡോമെട്രിയോസിസ്. ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഈ പെനിസ് പോയി അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഡീപ്പ് പെയിൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ സൂപ്പർഫിഷ്യൽ ആണോ ഡീപ്പാണോ എന്ന് അസസ് ചെയ്യാൻ പറ്റും. ആ പെയിന് നമ്മൾ കീ ഹോൾ സർജറി മരുന്നൊക്കെ വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെയുള്ള മെഡിക്കൽ പ്രോബ്ലം ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്യാൻസർ പോലെയുള്ള ഡിസീസിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ ഹോർമോൺ കുറഞ്ഞു പോകുന്ന പ്രശ്നം കാരണം അവിടെ ഭയങ്കര ഡ്രൈ ആയിട്ട് ചുരുങ്ങിയിട്ട് പെയിൻ ഉണ്ടാവും. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. എന്നാലും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ലൂബ്രിക്കൻ ജെല്ലി മാത്രം മതിയാവില്ല, വേറെ ട്രീറ്റ്മെൻറ്റുകളും കൂടെ ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കലി തന്നെ ഈ മെനോപോസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മെനോപോസ് എന്താണ്? സ്ത്രീകളുടെ ആർത്തവം നിൽക്കുന്ന പീരിയഡ്സ് അല്ലെങ്കിൽ ആർത്തവം നിൽക്കുന്ന ഒരു പീരീഡ് മെനോപോസ്. അപ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ ഹോർമോൺസ് വല്ലാതെ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഈ തുടക്കത്തിൽ ഉണ്ടാവുന്ന പോലെ പെയിന്, ഡ്രൈനെസ്, ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. അപ്പം ഈ മെനോപോസായ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെക്കാളും ബുദ്ധിമുട്ട് അവരുടെ ഭർത്താക്കന്മാർക്കാണ്. അതുകൊണ്ടാണ് പ്രായമായ പുരുഷന്മാരിൽ കുറച്ചൊരു സെക്ഷുവലായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കൂടുതൽ കാണുന്നത്. ഇപ്പം നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സ്ഥലത്ത് ന്യൂസൻസ്, ഇപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ തോണ്ടാനും വെച്ചാനും വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എല്ലാവരും ഞങ്ങൾ സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഭാര്യമാർ സെക്സ് സമ്മതിക്കുന്നില്ല, വേദന കാരണം. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യും? പാവങ്ങൾ. അപ്പം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സെക്ഷുവൽ സാധനം എന്ന് പറയുന്നത് ഒരു ഏർജാണ്. സെക്ഷുവാലിറ്റി സപ്രസ് ചെയ്താൽ അത് പുറത്ത് വരും. അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം.
പിന്നെ വേറൊരു കാറ്റഗറി, ഈ മെനോപോസ് ആവുന്നത് ഒരു പ്രായം കഴിഞ്ഞ് സ്ലോലിയാണ് ഹോർമോൺ കുറഞ്ഞു വരുന്നത്. സർജിക്കൽ മെനോപോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്രസ് ഓവറി എടുത്തു കളയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നോ, ഹിസ്റ്റെക്ടമി എന്ന് പറയും, ഗർഭപാത്രവും ഓവറിയൊക്കെ എടുത്തു കളയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹോർമോൺ വൺ ഫൈൻ ഡേ അവിടെ നിൽക്കും. ചിലപ്പോൾ ഒരു 25 വയസ്സോ 30 വയസ്സായ സ്ത്രീക്കായിരിക്കും ഇത് ചെയ്യണേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 60 വയസ്സ് പോലെ ആവുക ലേഡി. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓവറി റിമൂവ് ചെയ്യുന്നത്, യൂട്രസ് മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ ഓവറി റിമൂവ് ചെയ്ത ഹോർമോൺ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം കുറയും, ലൂബ്രിക്കേഷൻ കുറയും, ഓർഗാസം കുറയും, എല്ലാം കുറയും. അവർ പ്രായമായൊരു സ്ത്രീയുടെ മാതിരിയാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഓവറീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഓവറിയിൽ നിന്ന് എഗ് റിലീസ് ആകുമ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാവും. അതാണ് ഈ വെജൈനയെ ഹെൽത്തി ആക്കി വെക്കുന്നത്. അപ്പോൾ വെജൈനൽ ഹെൽത്ത് ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ ചില സമയത്ത് ഇൻഫെക്ഷൻസ് വരാം. ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആവണമെന്നില്ല. ഫംഗൽ ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം അവിടെ ടെമ്പററി ആയിട്ട് പെയിൻ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും നമ്മൾ മെനോപോസ് ആയാലും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് മാത്രമല്ല, ഫൈറ്റോ ഈസ്ട്രജൻസ്, ഈസ്ട്രജന് സിമിലർ ആയിട്ടുള്ള ഹോർമോൺസ് ഈവൻ ആയുർവേദത്തിൽ പോലും ഉണ്ട്. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. പിന്നെ അതിനകത്ത് സെക്സ് തെറാപ്പികളുണ്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ കാര്യം വെച്ചിട്ടൊരു ചിന്ത വരെയായിരുന്നു. അതായത് ഈ മെനോപോസിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ അതിൽ റിക്കവറി പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ടാവും? റിക്കവറി ഞാൻ പറയണേ എല്ലാവരെയും ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ കാര്യം ഹോർമോൺ കൊണ്ട് ഇത് ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വേറൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയറൽ തെറാപ്പി. അതായത് നമ്മൾക്കൊരു ഫാമിലി കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. എന്താ വെച്ചാൽ ഇതിനകത്ത് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പുരുഷന്മാരുടെ വിചാരം പെനിട്രേഷനാണ് സെക്സ് എന്നാണ്. പക്ഷെ അല്ല, നോൺ പെനിട്രേറ്റീവ് സെക്സ്, അത് ഞാൻ വളരെ വിശദമായിട്ട് വേറെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. നോൺ പെനിട്രേറ്റീവ് സെക്സ് 2 പേർക്കും വളരെ എൻജോയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കുത്തിക്കേറ്റേണ്ട ആവശ്യമൊന്നുമില്ല 2 കൂട്ടർക്കും. സ്ത്രീകളുടെയും കുറേ പെർസ്പെക്റ്റീവിലെ പ്രോബ്ലം ഉണ്ട്. ഈ ഓറലൊന്നും മിക്ക സ്ത്രീകളും സമ്മതിക്കില്ല. അപ്പം അതിനകത്ത് പെയിൻ വരുന്നില്ലല്ലോ. അപ്പം അതിനകത്ത് വേറെ ഓൾട്ടർനേറ്റീവ് വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തലയിലായിരിക്കുന്നത്. സ്ത്രീകൾക്ക് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോർമോണിൻ്റെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് കഴിഞ്ഞു, വേണ്ടാന്നങ്ങ് തീരുമാനിക്കുക. പലരും ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ ബ്രെയിനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്കൊരു ബിഹേവിയറൽ തോട്ട് പ്രോസസ്സിലെ ചേഞ്ച് വഴി എല്ലാ പ്രായത്തിലും സെക്ഷുവാലിറ്റി പറ്റും. നല്ല ഹെൽത്തി സെക്സ് ഉള്ള 70 വയസ്സായ കപ്പിൾസ് ഉണ്ട്, 80 വയസ്സായ കപ്പിളുണ്ട്. സെക്സ് ഇല്ലാത്ത 20 വയസ്സായ 25 വയസ്സായ കപ്പിൾസും ഉണ്ട്. അപ്പോൾ ഇത് ഹോർമോണിന് പ്ലേ ഉണ്ടെങ്കിലും എൻറ്റയർലി ഹോർമോൺ അല്ല, നമ്മുടെ ഈ തോട്ട് പ്രോസസ്സാണ്. അത് നമുക്ക് കൗൺസിലിംഗ് വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പലപ്പോഴും. അപ്പോൾ പ്രായമായതുകൊണ്ട് നല്ല ചെറുപ്പക്കാരെക്കാളും കൂടുതൽ സെക്ഷലി ആക്റ്റീവ് ഇഷ്ടംപോലെ പ്രായമായ ആൾക്കാരുണ്ട്. ഇൻഫാക്റ്റ് അവർക്ക് അപ്പോഴും കുറച്ചും കൂടെ ധൈര്യം വരണേ. സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു 40 കഴിയുമ്പോഴാണ് അവർ പ്രോപ്പർ ഇതിലോട്ട് വരുന്നത്. അതുവരെ അവരിങ്ങനെ പേടിച്ച് മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മെഡിക്കലി ഈ മെനോപോസും ഇതും ഒത്തിരി പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സർജിക്കൽ മെനോപോസും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറെ കാറ്റഗറി എന്ന് പറയാൻ നമുക്കിപ്പോൾ മെഡിക്കൽ ഉണ്ട്, ഇതുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ, ഒരു റിലീജിയസ് സംഭവമാണ്. പ്രത്യേകിച്ചും ചില കാറ്റഗറിയിൽ നമ്മൾ മാസ്റ്റുബേഷൻ എന്താണെന്നറിയില്ലേ, അത് പുരുഷന്മാർക്ക് പലർക്കും ഓക്കെ ആണെങ്കിലും സ്ത്രീകൾ ഇത് പാപമാണ്, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്ത്രീകളെ വേറെ പഠിപ്പിക്കുന്നതാണോ എന്ന് വെച്ചാൽ? സ്ത്രീകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ബോയ് ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെനിക്ക് തോന്നുന്നു റിലീജിയസ് കൂടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ വളർന്നു വന്നത്, ഞാൻ ഒരു കാത്തലിക്കാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് തെറ്റാണ്, കാണുന്നത് തെറ്റാണ്, ചിന്തിക്കുന്നത് തെറ്റാണ്, എല്ലാം തെറ്റാന്നുള്ള ഇതിലാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിലല്ല, ഞാനൊക്കെ വളർന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കൂടെ മിണ്ടിയെന്നും പറഞ്ഞ് എൻ്റെ മമ്മി എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനു ചീത്ത വിളിക്കണേ? എനിക്കൊന്നും മനസ്സിലായി പോലുമില്ല. ഒരു ആൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചതിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയ ഇതുണ്ട്. നമ്മൾ ചീത്തയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായി. അപ്പോൾ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു.
വെറുതെ മിണ്ടിയതിനാണ്, ഒന്നും ചിന്തിച്ചു പോലില്ല. അപ്പം നമുക്ക് അട്രാക്ഷൻ തോന്നാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി പുറത്താണ്, അയ്യോ കാലത്തിരിക്കാൻ പാടില്ല, അവിടെ കാണാൻ പാടില്ല, ഇവിടെ. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ തെറ്റാണ്, എവിടെയും തൊടാൻ പാടില്ല. മാസ്റ്റുർബേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അന്നത്തെ കാലത്ത് കേട്ടിട്ട് പോലും ഇല്ല. ഇത് ഞാൻ എൻ്റെ ജനറേഷൻ്റെ കാര്യം പറയണേ, ഇപ്പോഴത്തെ അല്ല, ഇപ്പം വ്യത്യാസമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ നമ്മൾ മെജോറിറ്റി പണ്ടത്തെ ആൾക്കാർക്കാണ് പ്രശ്നമുള്ളത്. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പം ഫസ്റ്റ് ഇയർ എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് 19 years ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കഥകളൊക്കെ കേട്ടു, മെൻസ് ഹോസ്റ്റലിലെ കഥകളൊക്കെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർ പറയാം, അയ്യേ എന്ത് ചീത്തക്കാരിയാണ് ഇതേ പറയണേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു മാസ്റ്റുർബേഷൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു MBBS ഡോക്ടേഴ്സ് ഞങ്ങൾ ലേഡി ഡോക്ടേഴ്സ് ഈ സാധനം കേട്ടിട്ടില്ല. അവർ പറയണത് ഞാൻ പറയണതൊക്കെ തെറ്റാ. അവർ പറയണത് ഞങ്ങളുടെ വീട്ടിലൊന്നും ആമ്പിള്ളേരില്ലേ, ഞങ്ങൾക്ക് കസിൻസ് ഇല്ലേ, ബ്രദേഴ്സ് ഇല്ലേ, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് അന്ന്. ഇത് 10-30 വർഷം മുമ്പാണ് കേട്ടോ. അന്നത്തെ ധാരണ അങ്ങനെയായിരുന്നു. അതിപ്പോൾ ഇൻ്റർനെറ്റ് വന്ന് എഡ്യൂക്കേഷൻ മാറി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഇതിനകത്ത് സെക്ഷുവാലിറ്റി സപ്രസ്ഡ് ആണ്. അപ്പം നമ്മൾ പെൺകുട്ടികൾ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ബോഡി എങ്കിൽ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഇത് തെറ്റാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുക. നമുക്കൊരു ലിംബിക് സിസ്റ്റം, ഇമോഷണൽ സിസ്റ്റം, ബ്രെയിനൊക്കെ പല ഏരിയാസ് ഉണ്ട്. ഈ സെക്ഷുവൽ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സർക്യൂട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്തേക്കുക, കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതെങ്ങനെ ഉണ്ടാവും? 1/5 കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? പേടി വരും, അറപ്പ് വരും, വേദന ഉണ്ടാവും. വേദന ഉണ്ടാവുമ്പോൾ പിന്നെ ഒന്നും നടക്കില്ല. ഇതൊരു സൈക്കിളിക് സാധനമാണ്. ചിലപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരൈറ്റൽ റേപ്പ് ഉണ്ടാവും. അയ്യോ, മാരൈറ്റൽ റേപ്പ് പണ്ട് നല്ല കോമൺ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഈ സ്ത്രീകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന സാധനം പെയിൻഫുൾ ആണെന്ന് വെച്ചാൽ അവർ വിചാരിക്കും ഇത് ശരിയാണെന്ന്. കഴിഞ്ഞ അതൊക്കെ ഒരു ബ്രോക്കൺ സിസ്റ്റത്തിൻ്റെ ഇതല്ലേ? ബ്രോക്കൺ ആണ്, നമ്മുടെ സിസ്റ്റം നല്ല ബ്രോക്കൺ ആണ്. കഴിഞ്ഞ മാസം ഒരു പേഷ്യൻ്റ് വന്നിട്ട് നമുക്ക് സിവിയർ വെജൈനസ്, ഭയങ്കര വേദനയായിട്ടൊരു കപ്പിൾ വന്നതാണ്. ടെൻഡൻസും ബോട്ടോക്സൊക്കെ ചെയ്യാം. ഇവരുടെ അടുത്ത് ഹിസ്റ്ററി എടുത്തപ്പോഴേ ഇയാൾ ഭയങ്കര ഉപദ്രവമാണ്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇവരുടെ വിചാരം ഇതാണ് സെക്സ് എന്ന്, ഉപദ്രവിക്കുന്നത്. അപ്പം അവർ വിചാരിച്ചു ഇവർക്കിത് എന്താണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണ്. അത് നമ്മളിത് തുറന്ന് പറയണ്ടേ? ആളുകൾക്ക് പുരുഷന്മാർക്ക് അറിയാമായിരിക്കും, സ്ത്രീകൾക്ക് പലർക്കും അറിയില്ല. ഫോൺ കാണുന്ന പുരുഷന്മാർ ഭയങ്കര കോമൺ, ഇപ്പോൾ സ്കൂൾ ലെവലിൽ കാണുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ നോക്കി കുറച്ചും കൂടെ നോളജ് ഉണ്ട്. ബട്ട് ഒരു അവിടെയാണ് പ്രശ്നം. പലതും ശരികളും തെറ്റുകളും ആർക്കും അറിയില്ല. അപ്പം നമ്മളിതിനെ തുറന്ന് പറയേണ്ട ഒരു സമയമായി. അപ്പോൾ റിലീജിയൻ ഇതിന് വലിയ റോളുണ്ട്. ഓക്കെ, കൾച്ചറൽ റോൾസ് ഉണ്ട്. പല കൾച്ചറിലും പലത് ശരിയും പലത് തെറ്റാണ്. അപ്പം അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പെയിൻഫുൾ സെക്സ് വളരെ കോമൺ ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഇൻഡെപ്ത് നമുക്ക് ആക്ച്വലി പലതിലും പോവാം. ഞാൻ ആക്ച്വലി ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ വന്ധ്യത ചികിത്സിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഈ സെക്ഷൽ മെഡിസിനിലേക്ക് എത്തുന്നത്. അങ്ങനെ കാരണം എനിക്ക് പണ്ടൊരു പേഷ്യൻ്റ് വന്നു, ഒരു 10-20 വർഷം മുമ്പ് വന്ന പേഷ്യൻ്റ് ഒരു ഡോണർ എഗ് വിത്ത് സരഗസിക്ക് വരുവാണ്. 10-20 കൊല്ലമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അവരുടെ ഹിസ്റ്ററി എടുത്ത് വന്ന് നോക്കിയപ്പോഴേ അവർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. 20 വർഷം കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വരിക. പല ട്രീറ്റ്മെൻറ്റ് അവർ പല ആശുപത്രിയിലും ഓൾ ഓവർ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. എന്തൊരു അന്യായമാണ്. അന്ന് പിന്നെ ഇത്രയും ബോട്ടോക്സും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും ഒന്നും അന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൗൺസിലിംഗ്. ഇൻഫോർമേഷനും കിട്ടില്ല, അടുത്ത് പറയേയില്ല. എന്തൊരു ജീവിതം. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സെക്സ് ഒരു രണ്ടാളെയും വല്ലാതെ കൂട്ടിയിണക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ കപ്പിൾസ് വരുമ്പോൾ എന്താണെന്നോ സെക്സ് ഇല്ലാണ്ടാവുമ്പോണ്ടല്ലോ അവർ ഗ്രാജുവലി ഡിസ്കണക്റ്റഡ് ആവും, റിലേഷൻഷിപ്സിനെ ബാധിക്കും. അപ്പോൾ ഒത്തിരി പേഷ്യൻ്റ് വരുന്നത് സെപ്പറേഷൻ, ഡിവോഴ്സ് അങ്ങനെയാണ് വരുന്നത്. അത് വളരെ കഷ്ടമാണ്. ഇതൊരു കറക്റ്റബിൾ പ്രോബ്ലമാണ്. പിന്നെ അത് തുറന്ന് പറയില്ല ആൾക്കാർ. ഇനിയെങ്കിലും ആൾക്കാർ അതിനെക്കുറിച്ച് തുറന്ന് പറയണം, ഇനിയെങ്കിലും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം, ഇനിയെങ്കിലും അതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം. വേദനിക്കുന്നത് നോർമൽ അല്ല. ദർ ഇസ് നോ നീഡ് ഫോർ പെയിൻ and it's extremely pleasurable. സന്തോഷം കേട്ടതിൽ. ഓരോന്നിൻ്റെ ഇൻഡെപ്തിലേക്കും ഈ സെക്ഷുവാലിറ്റിയിലേക്കും നമുക്ക് കൂടുതൽ പോവാം, വരുന്ന എപ്പിസോഡുകളിലൊക്കെ പോവാം.